എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു നമ്മൾ കളങ്ങളിലൂടെയുള്ള കളി. എ ടു പി വരെയുള്ള അക്ഷരങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. എ ടു പി വരെയുള്ള അക്ഷരങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ഏത് അക്ഷരമാണെങ്കിലും ആ അക്ഷരത്തിൽ ഓപ്പൺ ആകുമ്പോൾ വരുന്ന ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. ആ ഗെയിമിലൂടെ നമ്മൾ അങ്ങനെ പോകുന്നതായിരിക്കും. ഗെയിമിലൂടെ പോയി വിൻ ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുന്ന സമ്മാനങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു സമ്മാനം വീതമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ജംഗ്ഷൻ നൽകുന്ന ഒരു ഡൈനിങ് ഡിന്നർ വോച്ചർ സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 ദിർഹംസിന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് കിട്ടും. ആൻഡ് വിളിക്കുന്ന എല്ലാവരുടെയും പേര് കൂട്ടിയിട്ടുകൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 ആളുകൾക്ക് കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് കിട്ടുന്നുണ്ടാവുക ഇന്ത്യൻ 2 കാണാൻ വേണ്ടിയിട്ട്, കമലഹാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇന്ത്യൻ 2 കാണാൻ വേണ്ടിയുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അൽഅംറ സിനിമാസിൽ ഷാർജയിലാണ് നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുക. ഇത്രയും സമ്മാനങ്ങൾ നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 0423822491 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിച്ചിട്ട് ഗെയിമിൽ മത്സരിച്ച് പങ്കെടുത്ത് വിജയിക്കുക. പങ്കെടുത്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ നിങ്ങളുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കാണാനുള്ള ടിക്കറ്റിലേക്കായിരിക്കും. ആൻഡ് വിൻ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഈ പറഞ്ഞ മറ്റ് സമ്മാനങ്ങൾ ഓരോന്നും കിട്ടുന്നുണ്ടാവുക. ഒരു സമ്മാനം വെച്ചായിരിക്കും ഓരോരാൾക്കും കിട്ടുന്നുണ്ടാവുക. കളിക്കളം പവർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കാലിക്കറ്റ് ജംഗ്ഷൻ ആൻഡ് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് ഉജാല ആൻഡ് അൽഅംറ സിനിമാസ്. നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പാട്ടുകാരനുണ്ടെങ്കിൽ, പാട്ടുകാരി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏജോ ഒന്നും പ്രശ്നമല്ല. 5 വയസ്സ് 6 വയസ്സ് മുതൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും നിങ്ങൾ പാട്ടുകാരനാണെങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങളൊരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ജോമിനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിനകത്തേക്ക് ഒരു മെയിൽ അയച്ചിടണം. മെയിൽ അയച്ചിടുന്ന സമയത്ത് നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത് കരോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒരു സംഭവം ഇല്ലാതെ തന്നെ hello@melodydreams@.ae എന്നുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള മെയിലിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത്. അത് 2 പാട്ടുകൾ 2 ടൈപ്പിലായിട്ട് പാടിയിട്ട് അയക്കുക എന്നുള്ളതാണ്. അതായത് ഒരേ പാട്ടിന് 2 ടൈപ്പ് പാടി അയക്കരുത്. 2 തരത്തിലുള്ള പാട്ടുകൾ. ഒരു അടിപൊളി പാട്ട്, ഒരു ചെറിയ പാട്ട്, ഒരു തമിഴോ മലയാളോ എന്ത് വേണം പാടാം. ഹിന്ദി പാട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ ഹിന്ദി പാട്ട് പാടിക്കോളൂ. പാട്ട് ഏത് മാട്ടെ. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ വരുന്നതിനകത്ത് ചില പാട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്കതും കൊണ്ടുപോകാം. അത് നമ്മളിങ്ങനെ ഗെയിംസിൻ്റെ ഇടയിൽ ഇങ്ങനെ പാട്ട് മത്സരം വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ പഴയകാല പാട്ടുകളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ മലയാള സിനിമകളും ക്ലാസിക് ചിത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമരം പോലെയുള്ള സിനിമകൾ, ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിരിക്കുന്ന സംവിധായകൻ ഭരതൻ സാറിൻ്റെ ഭരതൻ മൂവി ഫെസ്റ്റ് നടക്കുന്നത് UBL 9:30 മോർണിംഗിലാണ്. സ്കൂളൊന്നും ഇല്ല, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ 12 o'clock ആണ്. അതായത് നിങ്ങൾ രാവിലെ എന്തായാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നുണ്ടെങ്കിൽ 12 മണി മുതൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റും. ഭരതൻ മൂവി ഫെസ്റ്റ് നടക്കുന്നത് 12 മണിക്കാണ് UBL. അത് ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ. മനസ്സിലായോ? നാളെയുള്ള സിനിമ ചമയം മുരളിച്ചേട്ടനും അതുപോലെ തന്നെ മനോജ് കെ ജയനും തകർത്ത് അഭിനയിച്ച സിനിമയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് UBLൻ്റെ മറ്റ് സംഭവങ്ങളിലൂടെ കാണാൻ പറ്റും. ഭരതൻ മൂവി ഫെസ്റ്റ് കാണാൻ മറക്കരുത്. കാരണം ഒരു സംഭവമാണ് അല്ലേ, ഭരതൻ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കോളുകളിലേക്ക് പോകാം. 0423822491 എന്നുള്ള നമ്പറിൽ പെടപടേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമുക്ക് ഈ നമ്പറുകൾ അക്ഷരങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവശാൽ ഏത് വരും, നിർഭാഗ്യവശാൽ ഏത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ആരാ? ഹലോ നമസ്കാരം. ആരാ? നമസ്കാരം, അനൂപാണ്. ഫസ്റ്റ് തന്നെ വന്നല്ലോ. ഏതാ അക്ഷരം? ഞാൻ ഫസ്റ്റ് തന്നെ എത്തി. ഞാൻ നാളെ നാട്ടിൽ പോവാ. ഞാനും നാട്ടിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പില്ല. പറ, എപ്പോഴാ പോണേ? ഞാന് നാളെ വൈകിട്ട് ഈ നേരത്ത് 8:30. എത്ര ദിവസത്തേക്കാ? അയ്യോ, അതൊന്നും അപ്രൂവ് ആയിട്ടില്ല. അത് അപ്രൂവ് ആയിട്ടില്ല, നാളെ അറിയുള്ളൂ. എത്ര ദിവസം പ്ലാന്? ഒരു മാസമാണ്. പക്ഷെ നടക്കും തോന്നില്ല. അത് നടക്കട്ടെ, അതെല്ലാം നടക്കുമെന്നേ. അത് ശരിയാകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കത്തിക്കണം. നീ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലീവേ കിട്ടിയില്ല. ഓർമ്മയുണ്ട? കഴിഞ്ഞ കൊല്ലം അതേപോലെ എത്രയുടെ പ്രാർത്ഥനയാന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാ. ശരിതാ. അല്ല, എനിക്ക് അവിടെ റിലീവർ ഇല്ലാന്നേ, അതാ പ്രശ്നം. അല്ല, പ്രാർത്ഥന എത്രയുടെയാന്ന് പറഞ്ഞാൽ അതിന് കണക്കായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. 100-ന്റെ ഉണ്ട്, 200-ന്റെ ഉണ്ട്, 300-ന്റെ ഉണ്ട്. അങ്ങനെ അല്ല, സനീഷ് നാട്ടിൽ പോണ്ട. ഞാൻ പ്രാർത്ഥിച്ചു ഓൾറെഡി. അടുത്ത മാസമേ ഉള്ളൂ.
ആണോ? ഞാന് പോവാണെങ്കിൽ പറശ്ശിനിക്കടവ് ഒന്നും പോണമെന്നുണ്ട്. പോര് പോര് പറശ്ശിനിക്കടവ് പോര്, കുഴപ്പമൊന്നുമില്ല. മുത്തപ്പനോട് ഞാൻ പറയാം. ആ ഇത് അക്ഷര ഏതാണ് പറഞ്ഞോ? അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്നാ പറയ്. നീ അങ്ങനെ എന്നെ പറ്റിക്കണ്ട. ഞാനിപ്പോ ഏതൊന്നും എടുക്കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതെടുത്തെന്ന് എനിക്കറിയില്ല. അതപ്പോ ഞാൻ കൺഫ്യൂഷനാണ്. ഒരു പണിയാ. ഏതാ? ജി 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 എന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു തോന്നണേ. അല്ലായിരിക്കും. ജി മിസ്റ്റർ സച്ചു ഏട്ടന് പകരമായിട്ട് സച്ചു ഏട്ടൻ ഇങ്ങനെ ഒരു നീർക്കെട്ടായിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നു. ഇംഗ്ലീഷ് കോമ്പിനേഷൻ ആണ്. ദൈവമേ. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നടന്റെ പേര് പറഞ്ഞ അയാളുടെ ഇംഗ്ലീഷ് സിനിമാ പേരുകൾ പറയുന്ന ഇംഗ്ലീഷ്. ഇത് ആദ്യമായിട്ട് കിട്ടുന്നു. എന്തായാലും അതെ. ഇംഗ്ലീഷ് പേര് 10 എണ്ണം പറയണം. 10 എണ്ണം? നീ കഴിഞ്ഞ പ്രാവശ്യം 8 ആയിരുന്നു തോന്നുന്നുണ്ട് ആൾക്കാർ. അത് കോമ്പിനേഷൻ കോമ്പിനേഷൻ എനിക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം. അതെ. ഇന്ന് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് 10 എണ്ണം തന്നെ പറയണം. സിനിമാ നടന്റെ പേര് ഞാൻ പറഞ്ഞു തരുമ്പോ അത് നടനാവാം, നടിയാവാം, ആരും ആവാം. ഓക്കെ. അത് മലയാളം മാത്രമായിരിക്കണം കേട്ടോ. മലയാള സിനിമ ആയിരിക്കണേ. ഇംഗ്ലീഷ് പേരിൽ വരുന്ന മലയാള സിനിമകൾ. ഇംഗ്ലീഷ് പേര് വരുന്ന മലയാള സിനിമ. അതെ. നടന്റെ പേര് പറഞ്ഞു തരട്ടെ? നടനോ നടിയോ? ജഗദീഷ്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ആര്? ജഗദീഷ്. ബട്ടർഫ്ലൈസ് ഓക്കെ. വെരി ഗുഡ്. 2020 ഓക്കെ. പിന്നെ ഫാലിമി എന്ന് പറയുന്നത് മലയാളത്തിലുള്ള വാക്കാണ്. ഫാമിലി ആണ് ഇംഗ്ലീഷ് വേർഡ്. അത് ഫാലിമി എന്ന് പറയുന്ന ഫാലിമിയുടെ മലയാളം വാക്കിന്റെ അർത്ഥം പറഞ്ഞേ. ഫാമിലി എന്നുള്ളത് തെറ്റ് ചെയ്തതാണ് ഫാലിമി. അപ്പൊ അത് ഇംഗ്ലീഷ് വാക്കല്ല. അത് ഇംഗ്ലീഷ് വേർഡ് അല്ല. ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം പറഞ്ഞാ എനിക്ക് ഫാലിമിന്റെ ഇംഗ്ലീഷ് അർത്ഥം പറഞ്ഞാ എനിക്കറിയില്ല. മലയാള വാക്കാണുള്ളത്. ഫാലിമി എന്നുള്ളത് മലയാളമാണ്. ഫാമിലി എന്ന് എഴുതാൻ അറിയാത്ത ആരും എഴുതിയതാണത്. എന്താണ്? ഇൻ ഹരിഹർ നഗർ ഓക്കെ. 3. ഗോസ്റ്റ് ഹൗസ്. ഇൻ ഗോസ്റ്റ് ഹൗസ് 4. ഇൻ ഗോസ്റ്റ് ഹൗസ്. റോഷാക്ക് ഓക്കെ. 5. ബ്രോഡാഡി ഓക്കെ. 6. ബ്രോഡാഡിയില് അയാള് പ്രീസ്റ്റിലുണ്ട്. ദ പ്രീസ്റ്റ് ഓക്കെ. 7. 8. പക്ഷേ 2 കൺട്രീസിൽ ജഗദീഷ് ചേട്ടൻ ഓക്കെ. റെഡി. ദിലീപിന്റെ ചേട്ടൻ ഓക്കെ. 9. പിന്നെ ഇൻഹരിഹർ നഗർ 2. തേജാബായി എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ബായി അല്ലല്ല, നമ്മുടെ തേജാബായി ഹിന്ദിയാണ്. ഹിന്ദി. ഏതാ? സർക്കാർ കോളനി ഇംഗ്ലീഷ് ആണല്ലോ. സർക്കാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ്. സർക്കാർ ഹിന്ദിയാണ് അത്ര. ഹിന്ദി. മേക്കപ്പ് മാൻ ഓക്കെ. ഏപ്രിൽ ഫൂൾ മതി. ഇനി ഫൂൾ ആക്കണ്ട. തീർന്ന് 10 എണ്ണായി. 10 അല്ല 11 എണ്ണം പറഞ്ഞു. ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ. നാട്ടിൽ പോകുന്നത് ഇത് പറയൂ. ഫാലിമിയുടെ അർത്ഥം പറ. മലയാള അർത്ഥം പറ. ഫാലിമിയുടെ മലയാളം ഇല്ല. ഫാമിലി എന്ന് എഴുതുന്നത് തെറ്റ് ചെയ്ത്. അതായത് അവര് ഫാമിലി ഒരു സ്വരച്ചേർച്ചയുള്ള ഫാമിലി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫാലിമി എന്ന് പേരിട്ടിരിക്കുന്നത്. അത് മലയാളമാണ്. ഞാൻ പറയാൻ വന്ന പേര് അതായിരുന്നു. ഓസ്ലർ. റോഷാക്കിലുണ്ടോ നിരഞ്ജേട്ടാ? റോഷാക്കിലും ജഗദീഷ് ഉണ്ടോ? പക്ഷെ എന്തായാലും ഏപ്രിൽ ഫുള്ളും കൂടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും വിന്നർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും സമ്മാനം വേറെ കിട്ടുമെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. കാത്തിരിക്കാം. ടപ്പ നൂബെട്ട നാളെ പോകുന്നതിന് ബോൺ വൈസ്. അപ്പൊ അങ്ങനെ പോകുന്നു. 0423824991 പല ആളുകളും നാട്ടിൽ പോകുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പോകാത്ത പല ആളുകളും ഈ വർഷം നാട്ടിൽ പോകാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ അടുത്ത പ്രാവശ്യം പോയ ആൾക്കാർ ഈ വർഷം പോകുന്നേയില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഓഗസ്റ്റിലേക്ക് നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്ത സമയത്ത് എനിക്ക് വളരെ കുറഞ്ഞിട്ട് കിട്ടി. പക്ഷെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഹൊറബിളാണ്. ഒരു രക്ഷയില്ലാത്ത റേറ്റാണ്. അപ്പോൾ അതിനടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ആ സമയത്താകുമ്പോൾ ഹൈയിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൂടാ. ഓണത്തിന് മുമ്പ് വരികയും വേണം. സ്കൂൾ തുറക്കും. ആ സമയമാകുമ്പോൾ ഈ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒരു തിരക്ക്
എല്ലാവരും നേരത്തെ കാലത്തെ വന്നു കഴിഞ്ഞാൽ ആ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു സമയത്തുള്ള ടിക്കറ്റ് റേറ്റ് ഒന്ന് കുറയും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ ഓൾറെഡി ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ നാട്ടിൽ പോയ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ ഒരു സ്കൂൾ അടക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ പോകുന്ന ഒരുപാട് ഫാമിലി ഇവിടെ ഉണ്ട്. അവരങ്ങനെ ഓൾറെഡി എപ്പോഴും നേരത്തെ കാലത്തെ ടിക്കറ്റ് എടുത്ത് വെക്കുന്ന ആൾക്കാർ. ഒരു മാർച്ചിലൊക്കെ തന്നെ കറക്റ്റായിട്ട് പ്ലാൻഡ് ആയിരിക്കും. ആ ടൈമിനുള്ള ടിക്കറ്റ് എടുക്കുന്നു, അത് റെഡിയാക്കുന്നു, റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്തു വെക്കുന്നു. അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പെടുന്ന ഒരാളല്ല. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ വല്ലപ്പോഴും പോവുക എന്നുള്ള ഒരാളാണ്. വളരെ കുറച്ച് മാത്രം നാട്ടിൽ നിൽക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ടിക്കറ്റ് എടുക്കുന്നതും അങ്ങനെ കൺഫേം ആയിട്ട് അങ്ങനെ പെട്ടെന്ന് എടുക്കാറില്ല. ഹലോ, കിട്ടട്ടെ. ആരാ ഇത്? ആരാ? ഹലോ, ആരാണ്? ഗൗതം ഗംഭീർ. ഗൗതം എന്ത് ചെയ്യുന്നു? ചുമ്മാ ഇരിക്കുന്നു. പഠിക്കുന്നൊന്നുമില്ല? പഠിക്കാനുണ്ട്. ഇപ്പൊ സ്കൂൾ ഇല്ലാത്തോണ്ട് പഠിപ്പൊക്കെ വിട്ടു. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 10ല്. അപ്പൊ ഏതാ അക്ഷരം എടുക്കുന്നേ? ഞാൻ സബ്ജക്റ്റാ. അല്ലല്ല, ഇതിലേതാ അക്ഷരം എടുക്കുന്നേ? ഇതിനകത്ത് എങ്ങനെയാണെന്നും പറഞ്ഞല്ലോ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, അതാണ് ആദ്യത്തെ റൂള്. ഓക്കെ. അപ്പൊ ഈ കിടക്കുന്ന എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കുക. അതിനകത്ത് ഓൾറെഡി ജി പോയിട്ടുണ്ട്. ജി കഴിഞ്ഞുള്ള വേറെ ഏതെങ്കിലും അക്ഷരം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുമ്പോൾ ഓപ്പൺ ആകുന്ന ഗെയിം എന്താണോ ആ ഗെയിമാണ് കളിക്കേണ്ടത്. ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും. ബി. യെസ്, താങ്ക് യു. പി, പോൾ ബി ഐസക്, പോൾ ബാർബർ എന്നൊക്കെ പറയുന്ന പോലെ. പി അല്ലല്ലോ, ബി അല്ലേ? ബി. ബാറ്റിന്റെ ബി. പാട്ടുപാലയാണ് മോനെ. പാട്ട് പാടാൻ അറിയോ? എന്റെ തൊണ്ട ശരിയല്ല. അയ്യോ, അല്ലേ പാടും. അല്ല, എനിക്ക് തൊണ്ട. അപ്പൊ ആരാ ഉള്ള ഇവിടെ? പാട്ട് പാടാൻ ആരുണ്ട്? പാട്ട് പാടാൻ ആര് പാടും? യൂട്യൂബിൽ കിട്ടില്ല. പാട്ട് പാടാൻ ഒരാളൊക്കെ ഗിമി. അവിടുന്ന് പാടാനല്ല ഞാൻ പറയൂ എങ്ങനെയാ പാടണ്ടേന്ന്. ആരാ പാടുന്നേ? അവര് ചുമ്മാ പാടുന്നു. ഏതാ? ഓക്കെ, ഒരു കാര്യം ചെയ്യ്. പേരെന്താ? ഗൗതമല്ലേ? പാട്ട് പാടാൻ അറിയോ? ഞാൻ പാടും, പക്ഷെ എന്നെ തൊണ്ടായി. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പാടിയാ മതി. എന്റെ അമ്മ പാടും. അമ്മ പാടും. അമ്മക്ക് കൊടുക്കൂ. അമ്മയുടെ പേരെന്താ? അമ്മ നല്ലതായിട്ട് പാട്ട് പാടും. അമ്മ കൊടുക്കും. അമ്മയുടെ പേരെന്താ? ലക്ഷ്മി. യെസ്, ലക്ഷ്മി കുട്ടി. ഹലോ, ഞാനേ ഒരു ഗസ്റ്റിന്റെ കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ. അവള് അതിനേക്കാൾ നല്ലല്ലോ. അവിടെ മാളു എന്നാണ് പേര്. മാളുക്കുട്ടിയിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെല്ലാം ആനക്കിടുന്ന പേരാണല്ലോ. ലക്ഷ്മി കുട്ടി, മമ്മുക്കുട്ടി, മാളക്കുട്ടി. ഇതൊരു ഫിലിം സ്റ്റാർ ആണ്. ഫിലിം സ്റ്റാറോ? എനിക്ക് താല്പര്യമില്ല പേര് പറയാൻ, അതുകൊണ്ട് പാട്ട് പാടി ഉണ്ടായാലും. ഓക്കെ, സിനിമാക്കാരിയാണ്. ഹലോ. ഹലോ. ഞാനൊരു കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്നുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മളങ്ങനെയൊന്നും പറഞ്ഞു നടക്കത്തൊന്നുമില്ല ആരടുത്തും. എന്താ ചെയ്യുന്നേ? പഠിക്കുവാണ്. എത്രാം ക്ലാസ്സില്? MSc പഠിക്കുക. എന്തിന്? ഫോറൻസിക്. അല്ല, ഇത് ആരെങ്കിലും നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണോ അതോ സ്വന്തമായിട്ട് തോന്നി പഠിക്കുകയാണോ? സ്വന്തമായിട്ട് പഠിക്കാം. ആണല്ല, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നിർബന്ധിച്ചുമ്പോൾ MSc എടുക്കുക എന്നാലേ ഒരു വെയിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പഠിക്കുകയാണോ? അല്ല, സ്വന്തമായിട്ട് MSc എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകും? സ്വന്തമായിട്ട് എടുക്കുന്ന. കല്യാണം കഴിക്കുന്നില്ലേ? MSc ഒക്കെ കഴിയുന്നത് നമ്മളെ നാട്ടിലൊക്കെ. ഞാൻ എന്റെ ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ അവള് BA സെക്കൻഡ് ഇയർ ആയിരുന്നു. ഏത് വർഷമാണ്? അല്ല, അത് 2010. കാലമൊന്നും മാറിയിട്ടൊന്നുമില്ല. ഈ സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യം അവരുടെ വിദ്യാഭ്യാസമല്ലേ? വിദ്യാഭ്യാസം കിട്ടിയല്ലോ. BA എക്കണോമിക്സ് അത്ര മോശം ഡിഗ്രി ഒന്നുമല്ല. എന്നിട്ട് വിവാഹത്തെ പറ്റി ചിന്തിക്കുക എന്നാണ് ഇപ്പോഴത്തെ കാലം. അങ്ങനെയൊക്കെയുണ്ടോ ഇപ്പോ പുതിയ കാലം? അങ്ങനെയാണ്. അതായത് നന്നായി ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം എടുത്തതിന് ശേഷം ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാവുന്ന കണ്ടീഷനായിട്ട്. അല്ല, അതെല്ലാവർക്കും ഉണ്ടല്ലോ. വിദ്യാഭ്യാസം ആയി ജോലി ചെയ്യാവുന്ന കപ്പാസിറ്റി ആയിട്ടാകുമ്പോൾ കല്യാണം കഴിച്ചാൽ മതിന്നാണ് പെൺകുട്ടികൾ എടുക്കുന്ന തീരുമാനം. നാട്ടിലെ ആണുങ്ങൾ ഒരുപാട് വട്ടം കറങ്ങും. എല്ലാരും ഒന്ന് കറങ്ങും. പക്ഷെ ആമ്പിള്ളേര് ഈ കല്യാണമേ കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ നിങ്ങൾ പെൺകുട്ടികൾ എന്ത് ചെയ്യും? കല്യാണം കഴിക്കാൻ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇല്ല, നമുക്ക് അങ്ങനെ. ഇതിനകത്ത് പാട്ടുപാല തുടങ്ങാം. ഞാനൊരു വാക്ക് തരും. നല്ല ടോപ്പിക്. അതെ, എനിക്കും അതായിരുന്നു ഇഷ്ടം. പക്ഷേ അത് വേണ്ട, ഞാൻ കൈവിട്ടു പോകും.
അപ്പോ പ്രേമുണ്ടോ? ഇല്ല. ഷേ അത് വെറുതെ. ഉറപ്പായിട്ട് ഒരെണ്ണം കാണും എന്തായാലും. ഇല്ല. ഒന്നുമില്ലേ? വീട്ടുകാരുള്ളോണ്ടാണോ ഇങ്ങനെ പറയണേ? അല്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. ഇതുവരെ അങ്ങനെ കാണാൻ കൊള്ളാന്ന് ആരും കണ്ടില്ലേ? എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോണം. നിങ്ങൾ ഏത് ഭാഗത്താ? അറിയത്തില്ല. അല്ല, നാട്ടിലെ ഏത് ഭാഗത്താ? അതും പറയത്തില്ല. അല്ല, ആ ഭാഗത്ത് അങ്ങനെ ഒരാളില്ല എന്ന് പറയുമ്പോ സങ്കടകരമാണ് ഇതൊക്കെ. നമ്മളെയൊക്കെ എന്നെ ഏതാ നോർത്തോ? നോക്കുന്നില്ല. ഇന്ത്യൻസിനെ എല്ലാം തപ്പണം. ഓ, ഇന്റർനാഷണൽ ആണ്. പാട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം വാക്ക്. ആ വാക്ക് എവിടെയെങ്കിലും വരുന്നൊരു പാട്ട് പാടണം. വാക്ക് എവിടെയെങ്കിലും വരുന്ന പാട്ട്. അപ്പൊ ആ പാടുന്നതിൽ നിന്നും അടുത്ത വാക്ക് എടുത്തിട്ട് ഞാൻ തരും. ആ പാടുന്നതിൽ നിന്ന്. ഇപ്പൊ പാടുന്നു, ഒരു പാട്ട് പാടുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു സ്വർഗം എന്ന വാക്ക് തരുന്നു. അപ്പൊ സ്വർഗപുത്രി നവരാത്രി. അപ്പൊ ഞാൻ പറയുന്നു നവരാത്രി. അപ്പൊ ആ നവരാത്രി എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ പാടണം. മനസ്സിലായോ? അപ്പൊ താങ്കൾ ആദ്യമേ പാടുവോ? ഇല്ല, നിങ്ങൾ മാത്രം. 7 പാട്ട് പാടുന്നു, തീർന്നു. 7 പാട്ട് ഇങ്ങനെ ചെയിനായിട്ട് പാടുന്നു. ഞാൻ ഓരോ വാക്കുകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് വാക്ക് തരട്ടെ. തിങ്കൾ. അതില്ല. കിനാവ്. ഇത് നിങ്ങൾ കൂട്ടത്തോടെ അവിടെ നിന്ന് ഇങ്ങനെ മൂളിയാ ശരിയാവില്ല. പാട്ട് പാടാൻ എനിക്ക് വരി ആലോചിക്കാൻ സമയം തരുമോ? തരും. 2 മിനിറ്റേ മൊത്തത്തിലുള്ള 7 പാട്ട് പാടാൻ. അത് കറക്റ്റ് ആയിരുന്നു നേരത്തെ പാടിയത്. ആ പാട്ടിന് നിലാവേ മായുമാ തേൻ. വാനമ്പാടി. വാനമ്പാടിയോ? 3 എണ്ണായില്ലേ? വാനമ്പാടി വെച്ച് പാടണോ? വാനം മതിയോ? വാനം പോരാ, വാനം മതിയോ? പാടിയാണെങ്കിലോ? വാനം മതിയോ? വാനമ്പാടി ഇല്ലേ? വാനമ്പാടി ഉണ്ട്. വാനം അല്ല, പക്ഷെ വാനം വാനമ്പാടി. മാനല്ല, വാനമ്പാടി അല്ലേ? വാനമ്പാടി. ഒരു ക്ലൂ തരുവോ? ക്ലൂ ഉണ്ടോ? ഒരു ക്ലൂ വന്ന് നിരഞ്ജ. മോഹൻലാലിന്റെ ഒരു സോങ് ഉണ്ടെന്ന്. എനിക്ക് വലിയ ക്ലൂ ഒന്നുമില്ല. ഏതാ പാട്ട്? ഏതായിരുന്നു നിരഞ്ജ? അത് തന്നെ, ലാലേട്ടന്റെ ഭയങ്കര ഇതായിട്ടുള്ള പാട്ട്. അത് തേനും പയമ്പിന്റെ വാനമ്പാടിയാണ്. അതിപ്പൊ പാടിയത്. ഓക്കെ, പാട്. പക്ഷെ സമയം കഴിഞ്ഞ് 4 പാട്ട് എത്തിയിട്ടുള്ളൂ. 3 പാട്ട് പാടാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ ദൂരെ ദൂരെ നേരം തേടും വാനമ്പാടി. പിന്നെ എപ്പോഴേ പറഞ്ഞത് അങ്ങനെ എവിടെയെങ്കിലും വന്നാ മതി. ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ. അത് ഓക്കെ ആയിരുന്നു. പക്ഷെ 4 തീർന്നു. അവിടെ വേറെ പുരുഷ ശബ്ദമൊക്കെ കേൾക്കുന്നു. ആരാത്? പുരുഷ ശബ്ദം ആരാത്? ഞങ്ങള് കൊറേ പേരുണ്ട്. ആണോ? അങ്ങ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണോ അതോ പുറത്തുനിന്ന് വരുത്താണോ? ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ആണോ? എന്താ ഇന്ന് സ്പെഷ്യൽ കേക്കട്ടെ? ഇന്ന് ചപ്പാത്തിയും കിഴങ്ങറി. നശിപ്പിച്ച് നിങ്ങള് ഇത്രയും ഒരുപാട് ആൾക്കാരുള്ള ദിവസം ഒന്നും കിഴങ്ങറി വെക്കരുത്. ഹെൽത്ത് കോൺഷ്യസിന്റെ അല്ല ഇത്. എന്നിട്ട് ഒരു റൂമിലല്ലേ ഇരിക്കുന്നത് കിഴങ്ങറി കഴിച്ചിട്ട്. എന്നാലും കിഴങ്ങല്ലേ, കിഴങ്ങിന് അറിഞ്ഞൂടല്ലോ. നിങ്ങളെല്ലാം ഒരു റൂമിലാണെന്ന് നിങ്ങൾക്ക് ഡൈജഷൻ. ആയുർവേദ വിധിപ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വേറെ വിധിയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും നിങ്ങൾ എല്ലാരും പറ്റുമെങ്കിലൊന്ന് മാറി മാറി ഇരുന്നോളൂ കേട്ടോ. ഒരിക്കലും ഇല്ല മാഷേ. താങ്കൾ ഇതുപോലെ ഞങ്ങളുടെ ജീവിതശൈലി കൊണ്ടുവരാമെങ്കിൽ നല്ല മാറ്റങ്ങളുണ്ടാവും. ഇനിയും കിഴങ്ങ് കഴിച്ചിട്ട് എനിക്ക് തടിക്കാൻ വയ്യ. ഒരുപാട് സന്തോഷം. വിളിച്ചതിലും സംസാരിച്ചതിലും ഒരുപാട് സന്തോഷം. നല്ല ഒരു ഫുൾ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ കൂട്ട് കുടുംബം. ആ ഒരു സെറ്റപ്പ് വീട്ടിൽ ഒരുപാട് ആളുണ്ടാവുന്നത്, ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന ഒരു ജീവിതം, അത് ഭയങ്കര
ഭയങ്കര ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. നമ്മൾ കുറച്ച് നമ്മളെ ചെറിയ അണുകുടുംബമായി മാറിപ്പോയി നമ്മൾ കേരളം മുഴുവനായിട്ടും. കേരളം ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ വൃദ്ധസദനായി മാറും എന്നൊക്കെ പറയപ്പെടുന്നു. അതുപോലെ ആകുന്നൊരവസ്ഥയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇനി അങ്ങനെ വൃദ്ധന്മാരാരും ഇല്ല. അടുത്ത ആളിലേക്ക് പോകുന്നതിന് 04238249 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരമുണ്ട് പിന്നിൽ. ഈ പിന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു അക്ഷരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തതിന് ശേഷം അതിലെന്താണോ ഗെയിം വരുന്നത് ആ ഗെയിം സിമ്പിളായിട്ട് മത്സരിക്കുക, നിങ്ങൾക്ക് ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക്. നിങ്ങൾക്ക് ഇന്ത്യൻ 2 സിനിമ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഗെയിമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേര് തരിക, അപ്പോൾ തന്നെ ഇന്ത്യൻ 2ലേക്കുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള എൻട്രിയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. വിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നുണ്ടാവും. ഇന്ന് 2 പേര് വിളിച്ചാൽ ഒരാൾ മാത്രമാണ് വിൻ ചെയ്തിരിക്കുന്നത്. 50% വിജയം ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞത്. 2 മിനിറ്റ് നേരം നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം മറന്ന് മാറ്റി വെച്ച് നിങ്ങൾ നേരെ ഈ ഗെയിമിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും. ഹലോ ഹലോ, ആരാ? സ്മൃതി. സ്മൃതി. അതെ അതെ. യാ സ്മൃതി, ഹൗ ആർ യു സ്മൃതി? സുഖായിരിക്കുന്നു. എന്താ ചെയ്യുന്ന? ഡ്യൂട്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തിലാ വർക്ക് ചെയ്യുന്ന സ്മൃതി? ഞാൻ അവിടെ ഒരു ക്ലിനിക്കില്. വെരി ഗുഡ്. എന്താ ഡോക്ടറാണോ അതോ നഴ്സാണോ? ലാബില്. ഓക്കെ. ഏതാണ് അക്ഷരം? അക്ഷരം ബിയും ജിയും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ആയിക്കോട്ടെ. എ ഓപ്പൺ ആക്കൂ. നമ്മുടെ സ്വന്തം സച്ചുവേട്ട എ ഓപ്പൺ ആക്കുന്നു. സച്ചി ആരാ അവിടെ ഉള്ളത്? റിജിലെ ഓപ്പൺ ആക്കടാ. കഥാപാത്രവും സിനിമയും നല്ല ഗെയിമാണ്. അതായത് ഞാനൊരു ഡയലോഗ് പറയും. ആ ഡയലോഗ് ഏത് സിനിമയിലാണെന്നും ഏത് നടനാണ് പറഞ്ഞതെന്നും പറയണം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള ഡയലോഗ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോ പറഞ്ഞു തരട്ടെ? അപ്പോൾ ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. പല്ലുവേദന വന്നിട്ട് എൻ്റെ വല്യച്ഛൻ മരിച്ചിട്ടുണ്ടല്ലോ. പല്ലുവേദന വന്നിട്ട് എൻ്റെ വല്യച്ഛൻ മരിച്ചിട്ടുണ്ട്. അതെങ്ങനെ വല്യച്ഛൻ മരിച്ചത് ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു പോകുന്ന സമയത്ത് ഒരു പാണ്ടിലോറി വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പല്ലിനിടിച്ചിട്ട് അങ്ങനെ പല്ലുവേദന വന്നാണ് വല്യച്ഛൻ മരിച്ചത്. ജഗദീഷ് ആണോ? ടിവിയുടെ വോളി ഒന്ന് കുറച്ച് വെച്ചോ. ജഗദീഷ് റൈറ്റ് ആൻസർ ആണെങ്കിൽ ഏതാണ് സിനിമ എന്നും പറയണം. ഇൻ ഹരിഹർ നഗർ ആണോ? ഇൻ ഹരിഹർ നഗർ ഏതെങ്കിലും ഒന്നിനെ ഉറപ്പിക്കും. രണ്ടാമത്തെ ഇൻ ഗോസ്റ്റ് ഹൗസ്. ഓക്കെ. അപ്പൊ ഇൻ ഗോസ്റ്റ് ഹൗസും ഇൻ ഹരിഹർ നഗർ 2 എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടും പറഞ്ഞതുകൊണ്ട് ഞാനത് ഒരു ശരിയായിട്ട് എടുക്കുന്നു. രണ്ടാമത്തെ പറയാം. ഇതെന്താ സമയം ലേറ്റ് ആയിട്ടാണ് ഇട്ടത്? എന്റെ ദുഷ്ടന്മാരെ, എന്നെ തോപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു ജോബ് കഷ്ടമാണ് ഇത്. ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന സമയം ഇട്ടത് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി ചോദിക്കാം. ഉത്തരം കിട്ടുമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ജോസഫ്, കുട്ടിക്ക് മലയാളം അറിയാം? ജഗതി ശ്രീകുമാർ. ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം. സിനിമ ഏതായിരുന്നു? ക്ലൂ ഇതാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് മോഹൻലാലുള്ള സിനിമേന്റെ പേര് പറയണം. മോഹൻലാലിന്റെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പേര് ഉള്ള സിനിമ. മോഹൻലാല് അക്കരെ അക്കരെ മോഹൻലാല് ജഗദീഷുള്ള ഒരു സിനിമയിലായിരുന്ന സിനിമയുണ്ട്. വർക്ക്ഷോപ്പൊക്കെ ഉള്ള അതല്ലേ? പക്ഷേ സിനിമയുടെ പേരിന് ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? അയ്യോ, ഇതാണ് ഒന്നും വേണ്ട ഓർമ്മ ഉണ്ടാവില്ല. ഏതാണ്? എന്ത് പറ്റില്ല? രണ്ടെണ്ണം പറഞ്ഞു. പക്ഷെ ഒന്ന് പറഞ്ഞത് സമയം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ടാണ് സമയം. ഞാൻ എന്ത് ചെയ്യാനാ അവിടുന്ന്? അയ്യോ, ഇത് ഏതായിരുന്നു? പകുതി പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മാനം തരാം. ഞാൻ പൊതുവെ കൊടുക്കാത്തതാണ്.
പിന്നെ നിരഞ്ജന്റെ ഒക്കെ അരം പ്ലസ് അരം കിന്നരം. അതാണ് അക്കരെ അക്കരെ അക്കരെ. സാരമില്ല, അതാണ് തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ജയിച്ചായിട്ട് പറയാം. നിരഞ്ജേട്ടാ അത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട്. എന്നാല് അവർ 2 എണ്ണം പറഞ്ഞു, 3ാമത്തെ പകുതി പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നിരഞ്ജന് വീണ്ടും 1000 നിരഞ്ജന് ബാഷ്പാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഇടാം. നിരഞ്ജ അത് കൊള്ളാല്ലേ, നല്ല മലയാളം വാക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഇട്ട് തന്നേ ഉള്ളൂ. നല്ലൊരു വാക്കല്ലേ. ബാഷ്പാഞ്ജലി വേണോ പുഷ്പാഞ്ജലി വേണോ നിങ്ങൾ തീരുമാനിച്ചോ. നിരഞ്ജൻ, സച്ചു, എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല, കേട്ടില്ല. നിരഞ്ജൻ ആൻഡ് സച്ചു ആൻഡ് റാഫി, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ, അതായത് ഒരു ഷോ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കരങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ, മീൻസ് നമ്മളെ ക്യാമറ ലൈറ്റ് ചെയ്യണം, ക്യാമറ ചെയ്യണം, പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ആക്കണം, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോൾസ് അറ്റൻഡ് ചെയ്യണം, അവരുടെ നമ്പർ എഴുതിയെടുക്കണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. പൊതുവേ ഒരു TV ഷോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഈ TV യിൽ കാണുന്ന സമയത്ത് ആ കാണുന്ന ഒരാളെ മാത്രമാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുണ്ട്. ഇങ്ങനൊരു ഷോ ആദ്യം ഒരാൾ ഡയറക്റ്റ് ചെയ്യും, അതായത് ഇങ്ങനൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ ഒരു കൊടുത്തപാട് തന്നെ ശരിയാവില്ല, ഒരുപാട് പോളിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു നല്ലൊരു സംഭവം ഉണ്ട്, എനിക്കിങ്ങനെ ഒരു പരിപാടി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ ചെയ്യാൻ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UBL കോൺടാക്ട് ചെയ്തിട്ട് UBL നമ്മുടെ നിരഞ്ജനുമായിട്ട് നിരന്തരമായി നിങ്ങൾ സംസാരിച്ച്, ഈ നിഷാദുക്ക, നിരഞ്ജൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഐഡിയ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കരുത് UBL കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം, നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മളെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ആദ്യം വേണ്ടത് പരസ്യമാണ്. നമ്മളത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും, ഓരോരോ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഘടകമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള TV അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതെല്ലാം UBL നിന്ന് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്, മറ്റു ഡീറ്റെയിൽസ് അതെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ അത് വേണ്ടത്ര ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല, എത്തിക്കണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അതിൻ്റെ മറ്റു മാർഗ്ഗനിർദ്ദേശങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് UBL ചെയ്തു തരുന്നതായിരിക്കും. അതിലും നിങ്ങൾക്ക് 800-825-825 എന്നുള്ള നമ്പർ എടുക്കാം. ആൻഡ് വിൻ ചെയ്യുന്ന ആൾക്കാരും അവർക്കും ഈ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്തിനിടയിൽ നിങ്ങൾ ഈ 800-825-825 എന്നുള്ള ടോൾ ഫ്രീ നമ്പറാണ്, 5 പൈസ ചിലവില്ല. അതേപോലെ തന്നെ ഷോയിലേക്ക് വിളിക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ TV എടുത്ത് കണക്ഷൻ എടുത്തതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തായാലും ലാൻഡ് ഫോൺ ഉണ്ടാവും. ആ ലാൻഡ് ഫോൺ എടുത്തിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും പൈസ ചിലവില്ല. നിങ്ങൾ 0 ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് നമ്മളെല്ലാം തരുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് എനിക്ക് ഇന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, കളിക്കളത്തിലാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 3-in-1 കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് സമ്മാനമാണ്, എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് പറയും. ഹലോ നമസ്കാരം. ആര്? ശശിയേട്ടനാ? അതെ. എന്തുണ്ട് വിശേഷം? ഏതാ അക്ഷരം എടുക്കുന്നത്? ഞാൻ ഒരു 22 വർഷം മുമ്പ് ഞാൻ നാട്ടിലുള്ള സമയത്ത് നാട്ടിലുള്ള സിറ്റി ചാനലിൽ സ്റ്റാർ കോമ്പിനേഷനോ പാവൊക്കെ സ്റ്റാർ കോമ്പിനേഷനാണ്. അപ്പം ഞാനന്ന് എനിക്ക് തോന്നുന്നു ഒരു 25 വർഷം മുമ്പ്, അന്ന് ഇങ്ങനെ ഈ ചാനലുകൾ ഇങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ നാട്ടിലൊക്കെ. നാട്ടിൽ ഈ കേബിൾ TV ചാനലുകളുണ്ടല്ലോ, നാട്ടിലുള്ള സിറ്റി ചാനലിലായിരുന്നു ഞാൻ. അപ്പം നാട്ടിൽ കണ്ണൂർ മാങ്ങാട്ടുള്ള സിറ്റി ചാനൽ, അപ്പം അത് ഈ നിങ്ങളുടെ തളിപ്പറമ്പ്, പയ്യന്നൂർ, അങ്ങനെ ആ ഏരിയയിലൊക്കെ കിട്ടുന്നൊരു സംഭവമായിരുന്നു. ഇരുണാവ്, അങ്ങനെ എൻ്റെ ഏരിയ, അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ അന്ന് അവിടെ TV ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, ചാക്യാർ ഓൺ സീൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി. അപ്പോൾ അത് പിന്നെ ഇന്ന് ഞാൻ ചാക്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ നോർമലായിട്ടാണ് വരുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു, സരോജിനേച്ചിയും കൃഷ്ണാട്ടൻ എന്ന് പറഞ്ഞിട്ട്. ഇവർ മുയ്യത്ത് എന്ന് പറയും, മുയ്യം എന്ന് പറയുന്ന സ്ഥലം മുയ്യം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസിക്കാൻ പോയി. അവരവിടെയാണ് താമസം, അവരവിടത്തേക്ക് പോയി. അപ്പോൾ അവരവിടുന്ന് അങ്ങനെ എൻ്റെ ഷോ കാണുന്നു ഒരു ദിവസം. TV ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് കേബിൾ TV ആണല്ലോ മൊത്തം, ഡിഷ് TV അല്ല. അപ്പോൾ അന്ന് അങ്ങനെ എൻ്റെ പരിപാടി കണ്ടിട്ട് ഇവർ അങ്ങനെ എന്നെ കണ്ട് എന്നെ വിളിക്കുന്നു, TV വിളിച്ചിട്ട് ഇപ്പം നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഹലോ പറഞ്ഞപ്പോഴേ ഇത് ഓർമ്മ വന്നതാണ്. അപ്പോൾ അവർ വിളിച്ച സമയത്ത് അമ്മക്ക് എന്തുണ്ട്, സുഖം തന്നെ. അതായത് എന്നെ TV സംസാരിക്കുന്ന പോലെ അല്ല, അവർ എന്നെ ഒരു ഫോണിൽ കിട്ടിയ ഇതിൽ സംസാരിക്കായിരുന്നു. അമ്മ എന്തുണ്ട്, ഉഷാറായിട്ടിരിക്കുന്നു വീട്ടിൽ, പിന്നെ ഏട്ടനൊക്കെ വിളിക്കലില്ലേ, ഗൾഫിലാണ് ഏട്ടൻ, അപ്പോൾ ഏട്ടൻ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കലില്ലേ, നീ ഇപ്പം എന്നാ വേറെ പണിയെടുക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഒരു കുശലം ചോദിക്കുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കാനാണ് തോന്നുന്നത്. ഒരു കുശലൊക്കെ ചോദിച്ചങ്ങനെ ഇരുന്ന് അതിനായിട്ട് വിളിക്കുന്ന
അത് വേറെ സമ്മാനത്തിന് വേണ്ടി അല്ലാതെ എനിക്കറിയാം. എന്നാലും ഞാൻ സ്റ്റാർ കോമ്പിനേഷൻ തരുന്നത്. അയ്യോ സ്റ്റാർ ഞാൻ നിങ്ങൾ മറിഞ്ഞോണ്ട് കാണുന്നില്ല എന്താണ് അവിടെ. സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ തരും. ആ കോമ്പിനേഷൻ ആണ് നിങ്ങൾ പറയേണ്ടത്. അത് പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എണ്ണം കൂട്ടും കുറക്കും ചെയ്യും. എന്താ എന്ത് കോമ്പിനേഷൻ? സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും തരാം. അവർ രണ്ടുപേര് അഭിനയിച്ചതായിരിക്കാം. ഇപ്പൊ നടി മോഹൻലാൽ മമ്മൂട്ടി ആയിരിക്കാം, മമ്മൂട്ടി സുരേഷ് ഗോപി ആയിരിക്കാം. അങ്ങനെ എന്ത് വേണം തരാം. ഞാനല്ല തരുന്നത്, അത് തരുന്നത് ഇപ്പൊ തന്നെ തോറ്റ് ഞാൻ. ഇല്ല, അത് കുഴപ്പമില്ല. തടിയൻ മിസ്റ്റർ നിരഞ്ജു. തടിയനാ നിരഞ്ജ്? മെലിഞ്ഞിട്ടാണ്. 28 കിലോ ഉള്ളൂ. 25 കിലോ ഉള്ളൂ. ഏതാണ്? യെസ്. അപ്പൊ കോമ്പിനേഷൻ തരട്ടെ. എത്ര സിനിമ വേണം നിരഞ്ജ? 7 7 8 8 സിനിമകൾ. മമ്മൂട്ടി ശ്രീനിവാസൻ. ടൈമർ. മമ്മൂട്ടി ശ്രീനിവാസൻ. യെസ്, ഇഷ്ടം പോലെ സിനിമകൾ. മേഘം. മേഘം റെഡി. 1. തുടങ്ങി. ഭാര്യ അവിടുന്ന് ചാവി എടുത്തിട്ട പോലെ അത് ഇനി ആടുന്ന് ഇങ്ങനെ പറയും. മേഘം അവളെ അമ്പലത്തില് പാട്ട് മത്സരത്തിന് പോയ പോലെ മേഘം. അടുത്ത പറ എന്നാ. ഗോളാന്തര വാർത്ത 2. കഥ പറയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ പറയണം. കഥ പറയുമ്പോൾ. അടുത്ത പറ. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറ. ഭാർഗവ ചരിതം. ഓക്കെ. 4. 8 പോയാലേ 4. അത്രേ ഉള്ളൂ. മമ്മൂട്ടി. ചേച്ചി അവിടുന്ന് ഇപ്പൊ ഫോണിന്റെ അടുത്ത് മാറി നിന്നിട്ട് ആലോചിക്കുക. നിങ്ങൾ ഉറക്കത്തില് വർത്താനം പറയോ? ഇല്ല, അതില്ല. എന്നേരെങ്കിലും നിങ്ങൾക്കൊന്ന് മുണ്ടിക്കൂടെ? ആലോചിക്കട്ടെ. ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കല്ല. അത് തോപ്പിക്കണ്ടേ? ഇതൊക്കെ എന്റെ ഒരു മമ്മൂട്ടി മോഹൻലാൽ ആണെങ്കിൽ ഓക്കെ. കുറെ അർത്ഥം ഉണ്ടോന്ന് എനിക്ക്. ഓക്കെ. 5. അർത്ഥത്തില് മമ്മൂട്ടി. 5 പറഞ്ഞ എന്തെല്ലാം പറഞ്ഞ വർത്താനം പറഞ്ഞില്ല നമ്മൾ തുടങ്ങിയ പാട്. അല്ല, എത്രയാണ്? 5. ഗോളാന്തര വാർത്ത. അർത്ഥം. അല്ല, എത്രയാണ് ടോട്ടൽ പറയേണ്ടത്? 8. 10 വേണ്ട, 8 മതി. വേഗം പറയും. 30 സെക്കൻഡേ ഉള്ളൂ. 3 എണ്ണം. 3. ഷേ, മെയിൻ സാധനം പറയുന്നില്ലല്ലോ. എന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ മാമുക്കോയ മുരളി ജഗതി സുരേഷ് ഗോപി. 2020 ഉണ്ടല്ലോ, ഉറപ്പായിട്ടുണ്ട്. 6. ഒന്ന് നീ പറഞ്ഞതാ. 2020 ഒരു മറവത്തൂർ കനവ് വിട്ടുപോയില്ലേ നിങ്ങള്? കഴിഞ്ഞ സമയം കഴിഞ്ഞു. ഒരു മറവത്തൂർ കനവ് പറയാമായിരുന്നു. പിന്നെ ഒന്നും കൂടി പറഞ്ഞ. പിന്നെ ഒന്നൊന്നല്ല, ഒരുപാട് സിനിമ. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ ചിന്തിച്ച് 2 മിനിറ്റ് പോയെ. പിന്നെ മറ്റേ ഇതില്ലേ, എന്താണ്? ഇൻസ്പെക്ടർ ബൽറാം. ആവനാഴി എന്ന് പറയുന്ന മമ്മൂട്ടിന്റെ സിനിമയില്ലേ? മറ്റേ ഒരു പോലീസുകാരനായിട്ട് ആവനാഴി എന്ന് പറയുന്നത്. പിന്നെ എന്റെ ഷോ കളിക്കളം. മമ്മൂട്ടി കള്ളൻ. അപ്പൊ എന്തായാലും തൊപ്പിയിട്ട് ചേച്ചിയോട് പറഞ്ഞോ ഇനി മിണ്ടണ്ടെന്ന്. തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ. സാരമില്ല, കുഴപ്പമില്ല. തൊപ്പി എടുത്തിട്ടേ ഉള്ളെങ്കിലും അങ്ങനെ നമ്മള് ശശീന്ദ്രേട്ടൻ അങ്ങനെ ഔട്ടായി പോയിരിക്കാണ്. സുഹൃത്തുക്കളെ, അടുത്ത ആളിലേക്ക് പോയി നോക്കട്ടെ. ഹലോ. നമസ്കാരം. ആരാണ്? സജീഷ്. സജീഷ്. ഞാൻ വിചാരിച്ചു സനീഷ് എന്നാ പറയണെന്ന്. ഞാൻ അങ്ങനെ എന്റെ പേരിന്റെ ഇതുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആൾക്ക് കൊടുത്തില്ല, കുറച്ച് പേർക്ക് കൊടുത്തുള്ളൂ. സജീഷ് എന്താ ചെയ്യുന്നേ? ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ കുറച്ച് കുറക്കണം കേട്ടോ. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ? സജീഷോ? സജീഷ്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ശബ്ദവും എനിക്ക് നല്ല പരിചയമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആണോ? കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സരീഷ് എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് എറണാകുളം. എറണാകുളക്കാരനാണോ? അതെ. എന്റെ ഒരു പ്രവീൺ ചേട്ടന്റെ അതേ ശബ്ദം. ഓക്കെ. ഏതാ അക്ഷരം? വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പറയാം, ലാസ്റ്റ് പറയാം. ഓക്കെ. ഏതാ അക്ഷരം? കെ.
വൈഫിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, മധുരം മലയാളം അല്ലേ ഇത്? മധുരം മലയാളം കേട്ടോ, മലയാളത്തിൽ മാത്രം സംസാരിക്കണേ. എന്റെ അമ്മേ, ഈ സിമ്പിൾ ആണ്, ഞാൻ അങ്ങനെ ടഫുള്ള ചോദ്യം ചോദിക്കൂല. റെഡി? 2 മിനിറ്റ് നേരം വേറെ ഒന്നും ആലോചിക്കണ്ട. ഭാര്യ അടുത്തൊന്ന് കുറച്ച് മിണ്ടാണ്ട് പറയാം. റെഡി, ടൈം സ്റ്റാർട്ട് ആവും. നിങ്ങൾ മാത്രം മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കാവുന്ന സംഭവം. വെരി സിമ്പിൾ. ഇത് കാണുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ്. അപ്പൊ എന്താ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ട്രാവൽ ഏജൻസിയാ. അപ്പൊ എങ്ങനെ, ഇവിടെ ദുബായിലാണോ ഷാർജയിലാണോ? ഇപ്പൊ പണിയൊന്നും ചെയ്യുന്നില്ല. വളരെ നല്ല കാര്യം. ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് എത്ര കാലം ജീവിക്കൂല്ലേ നമ്മള്, ചില ആൾക്കാർ അങ്ങനെ. എവിടെയാ പഠിച്ചത്? പഠിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായി. ഇതൊക്കെയാണ് ഉത്തരം വരികയെന്നറിയാം. കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, അനാഥനാണ്. പറയാൻ പറ്റില്ല. പിന്നെന്താ പറയാ, കല്യാണം കഴിഞ്ഞോ? ലവർ ഉണ്ടോ? ലിവിങ് ടുഗദർ? ഭാര്യ അടുത്ത് മിണ്ടല്ലെന്ന് പറ. അവിടെ ടിവിയുടെ പോലെ ഒന്ന് കുറച്ച് വെക്കണേ. പുറത്തുണ്ട്, ടി വി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ, നല്ല സൗണ്ടില്. അതെ അതെ. അപ്പൊ ടിവിയുടെ അടുത്ത് മാറി നമുക്ക് അടുത്ത റൂമിൽ നിന്ന് സംസാരിക്കാം. ഭാര്യ എന്താ ചെയ്യുന്നത്? അല്ല, കല്യാണം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? പക്ഷെ അവിടെ നിന്ന് സൗണ്ട് കേക്കാന്ന് പെണ്ണുങ്ങളെ. സഹോദരിയാണ്. സഹോദരിയാണ്. ഓക്കെ, സഹോദരി എന്ത് ചെയ്യുന്നു? പണിയൊന്നുമില്ല. പണിയൊന്നും ഉണ്ടാവില്ല, പഠിക്കണ്ടേ? പഠിപ്പിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. ഇങ്ങനെ ഈ ഉരുണ്ടിട്ട് അവസാനം ഔട്ടാവുമ്പോഴുള്ള സന്തോഷം അറിയോ? അതറിയില്ല. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ വൈഫ് നാട്ടിലാണ് അല്ലേ? അല്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ല. സ്കൂളിൽ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഒട്ടും പഠിച്ചിട്ടില്ല, സ്കൂളിലേ പോയിട്ടില്ല. ഇനി 4 പ്രാവശ്യം ഇല്ല പറഞ്ഞാൽ ഔട്ടാക്കും കേട്ടാ. ആയിക്കോട്ടെ. അങ്ങനെയാണ് പരിപാടി. അപ്പൊ ടി വി ഇപ്പൊ ഓണല്ല? അതെ. ആണോ? അല്ല. അല്ലാന്ന് പറഞ്ഞു. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടാക്കും. ഈ ടി വി ഓണല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഈ ഷോ കണ്ടത്? ഞാൻ കേൾക്കുകയാണത്. അല്ല, ഷോ കാണണല്ലോ, നമ്മൾ അറിയണല്ലോ ഷോ നടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ അറിഞ്ഞത്? അത് എനിക്ക് നിർബന്ധമില്ല. അത് എന്താ പിന്നെ എങ്ങനെ അറിയാം ഇന്ന് ഷോ ഉണ്ടെന്ന്? സഹോദരിനോട് ചോദിച്ചു മനസ്സിലാക്കി. സഹോദരിയോ? സഹോദരി? അതെ. സിസ്റ്റർ എവിടെയാ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? പണിയൊന്നുമില്ല. ശരി, ജയിച്ചിട്ടുണ്ട്. എന്താണ് പേരെന്താണ് വൈഫിന്റെ? സ്മൃതിയിലാണ്. സ്മൃതി. സ്മൃതി. സുരഭി. ശരി, ജയിച്ചെന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ ജയിച്ചിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. റെഡി, താങ്ക് യു വെരി മച്ച്. വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടും എന്തായാലും ജയിച്ച ആൾക്കാർക്ക്. ജയിക്കാത്ത ആൾക്കാർക്കും സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. ഹലോ. ആൾക്കാരെല്ലാം പരിപാടി പഠിച്ചു. ഹലോ, ആരാ ഇത്? ബിനിതയാണോ? അതെ. ഒരു ഹലോ കേട്ടപ്പോ എനിക്ക് തോന്നി. ഏതാ അക്ഷരം? ബി. ബിനിതയുടെ ബി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ കൊണ്ടുപോയി. ഡി. ദുബായിയുടെ ഡി. ഡി ഓപ്പൺ ആയുമ്പോ കഥ പറയുമ്പോൾ ഞാനൊരു കഥ പറയും. അത് ഏത് സിനിമയിലതാണ് എന്ന് കണ്ടുപിടിക്കണം. പുതിയതൊന്നും വേണ്ട കേട്ടോ. പുതിയല്ല, കുറച്ച് പഴയ സിനിമ പറയാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഇതൊരു അല്ല, ഇത് വേറെ സിനിമയാണ്. ഇതൊരു ഒരു കാട്ടിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. കാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു 1000 ഏക്കർ സ്ഥലം. അവിടെ ഏലത്തിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു കുടുംബമാണ് നടത്തുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ കാര്യങ്ങളെല്ലാം നോക്കുന്ന കാര്യസ്ഥനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളാണ് ഇതെല്ലാം നോക്കി അങ്ങനെ നടത്തുന്നത്. അയാളുടെ കഥയാണ് ഈ സിനിമ. പക്ഷെ അയാളുടെ മകൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അവൻ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ, അതായത് ഇവരുടെ വലിയ വീട്ടിൽ, വലിയ പൈസക്കാരായിട്ടുള്ള ഒരു വീടുണ്ട്. ഇയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഈ വലിയ പൈസക്കാരായിട്ടുള്ള ഈ തോട്ടത്തിൻ്റെയൊക്കെ മുതലാളികളായിട്ടുള്ള അവർ തന്നെയാണ്. അവരുടെ മകനുണ്ട്, മകൻ്റെ മകനുണ്ട്. അത് ശരിക്കും അതിനകത്ത് സിനിമയിൽ മനസ്സിലാവില്ല. ഇവർ ആരാണ് മകൻ, ആരാണ് മകൻ്റെ മകൻ എന്നൊന്നും മനസ്സിലാവും. എന്നാലും ഏകദേശം ഒരു അങ്ങനെയുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു മകൻ്റെ മകൻ, അതായത് മുത്തച്ഛൻ്റെ മകൻ്റെ മകൻ, അയാളുടെ മകള് ഈ പറയുന്ന അപ്പുറത്തെ തോട്ടം എല്ലാം നോക്കി നടത്തുന്ന ആളുടെ മകനെ പ്രേമിക്കുന്നുണ്ട്. പക്ഷെ ആ ചെറുക്കൻ അറിയില്ലായിരുന്നു ഇങ്ങനെ പ്രേമിക്കുന്നുണ്ട് എന്നൊന്നും. ഇടയിൽ വെച്ചിട്ടാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ ഈ കുട്ടി പ്രേമിക്കുന്നുണ്ടെന്നും. അങ്ങനെ ഈ വലിയ പച്ചൻ പറയാണ് ആ പയ്യനെ തട്ടിക്കളയാൻ. ആരടുത്ത്? അച്ഛൻ്റെ അടുത്ത് തന്നെ പറയാണ്, നിന്റെ മോനെ ഇനി വേണ്ട, നിന്റെ മോനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെ സംഘർഷകരമായ ഒരു സംഭവത്തിലൂടെ പോകുന്നതാണ് ചലച്ചിത്രം. അതിനിടയിൽ വെച്ചിട്ട് ഈ പുള്ളിക്കാരനെ കൊല്ലാൻ വേണ്ടിയിട്ട്
തോട്ടത്തുനിന്ന് പണിക്കാരെ ഇറക്കിയിട്ട് ഭയങ്കര സംഘർഷവും കാട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഭയങ്കര സംഘർഷവും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടയിൽ വെച്ച് ഈ പയ്യനെ അവിടെയുള്ള വേറെ എന്ത് കിട്ടിയോ? ഇല്ല, ഇത് ഏത് കാലത്തെ സിനിമയാ പറയുന്നേ? ഒരു 2 years ആയിട്ടുണ്ടാവും. ഒരു 1 year ആയിട്ടുണ്ടാവും. ഇതാണോ പഴയ സിനിമ? പഴയതില്ല. പഴയത് പിന്നെ അമരത്തിലെ കഥ പറയാൻ പറ്റുമോ? ഇത് 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെ അവസാനം ഇത് തീരുമാനമാകും. വല്യച്ഛൻ മരിക്കും. വല്യച്ഛനെ കൊല്ലുവാണോ മരിക്കുവാണോ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ അങ്ങ് തീരും. അപ്പൊ സിനിമ പറയാൻ തരാം. സിനിമയോ? സമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഓ ബേബി. ഓ ബേബി. ഓ ബേബിയോ, ഞാൻ കേട്ടിട്ട് ദിലീഷ് പോത്തൻ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചലച്ചിത്രമാണ്. അതിനകത്ത് സോമന്റെ മകൻ അതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് രഞ്ജൻ പ്രമോദ് ചിത്രമാണ്. മനഃപൂർവ്വം പറഞ്ഞ മനഃപൂർവ്വം അല്ല, ഞാനിത് ആലോചിച്ച് പറഞ്ഞ, മനഃപൂർവ്വം പറഞ്ഞല്ല. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടതാണ് ഇന്നലെ ഇത് പറയാനായിട്ട്, ചോദ്യം ചോദിക്കാനായിട്ട്. ഒന്ന് എന്റെ അവസ്ഥ ആലോചിച്ചു. ശരി, ആയിക്കോട്ടെ, തോറ്റുപോയി. അങ്ങനെ തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കേൾക്കുമ്പോൾ ഒരു ചെവിയിലൊരു ഒന്നുകൂടി പറയോ തോറ്റെന്ന് പോയി. ഹലോ ഹലോ, ആരാ? തസ്മില. തസ്മിലയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. തസ്മില, അക്ഷരം ഏതാ? അക്ഷരം ഇ. ഇ എന്ന അക്ഷരം എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇ. പാട്ടുമാല. തസ്മില പാട്ട് പാടുന്നത് കുറെ ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടി അല്ലേ? ഇനി ജീവിതത്തിൽ പാട്ട് പാടുന്നു നിങ്ങളോട് പറഞ്ഞു. അല്ല, ഇനി ഇന്നും കൂടി പാടി തീർത്തിക്കോ, കുഴപ്പമില്ല. പാട്ട് പാടിക്കോ, ശരിയല്ലേ? റെഡി അല്ലേ? എന്ത് പാട്ടാ പറഞ്ഞ? എങ്ങനെ? പാട്ടുമാല. നമ്മൾ ഒരു പാട്ടിന്ന് അടുത്ത പാട്ട്, അടുത്ത പാട്ടിന്ന് അടുത്ത പാട്ട്, അങ്ങനെ 7 പാട്ട്. നിങ്ങൾ ഒറ്റക്ക് പാടുന്നു, ഞാൻ പാടുന്നു. ഞാൻ വേർഡ് തരും, വേർഡ് തന്നോണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേർഡ് ഞാൻ എടുക്കട്ടെ. വേർഡ് ഞാൻ ഫസ്റ്റ് വരും. ആ വേർഡ് എവിടെയെങ്കിലും വന്നാൽ മതി. അപ്പൊ അതിൽ നിന്നും അടുത്ത വേർഡ്, ആ പാടുന്നതിൽ നിന്ന് അടുത്ത വേർഡ് ഞാൻ തരും. ഇല്ല, നോക്കട്ടെ. എന്നാ വേർഡ് എന്താ? ഓക്കെ, അടിപൊളി വേർഡ് കിട്ടിയിട്ടുണ്ട്. വേർഡ് എടുത്തേ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. മിഴി. മാപ്പിളപ്പാട്ടോ? ഞാൻ തുറക്കുമ്പോ സിനിമയിലെ പാട്ടോട്ടി. സിനിമയിലെ പാട്ടോ? മിഴീണ ഞാൻ. ഇങ്ങനെയാണോ അതിന്റെ ടോണ്? നീ മാത്രം മിഴീണ ഞാൻ തുറക്കുമ്പോൾ. മാത്രമോ? അയ്യോ, മാത്രം വെച്ചിട്ടെന്താ പാട്ട്? ഇഷ്ടം പോലെ പാട്ടുണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും വന്നാ മതി. മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ വന്നു. മുന്നിലോ? ഇപ്പൊ 3 പാട്ടായില്ലേ? 3 പാട്ടായില്ലേ നിരഞ്ജ? ഇത് 3ാമത്തെയാ? 2 പാട്ടായിട്ടില്ല. അയ്യോ, മാറിക്കോ ദൂരെ. മുന്നിൽ വെച്ചിട്ട് എന്താ പാട്ട്? മുന്നിൽ വെച്ചിട്ടല്ലേ പാടേണ്ടത്. മുന്നിൽ എവിടെയെങ്കിലും വന്നാ മതി. മുന്നിൽ വെച്ചിട്ട് എന്താ പാട്ട്? അത് അങ്ങനെ ഒരു പാട്ടില്ലേ? അങ്ങനെയല്ല, പാടണം. എന്താണിത്? ഇത് പാട്, എനിക്ക് വരി കിട്ടണ്ടേ? കളവാണി നീ ആദ്യം കൺമുന്നിൽ വന്നപ്പോൾ പല ജന്മം മുൻപേ നമ്മൾ പരിചിതരാണെന്ന് തോന്നി. 3 പാട്ടായി. അപ്പൊ കളവാണി നീ ആദ്യം. ഏതാ വാക്കേതാ കൊടുക്കേണ്ടത് നിരഞ്ജ? തന്നില്ല. നമ്മളോ? പ്രായം തമ്മിൽ മോഹൻ നൽകി ഈണം തേടും വീരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തൂഞ്ഞാലാടി പാടൂ നാട്ടുമൈനേ. ഇതിലെവിടെയാണ് നമ്മൾ? ഇല്ല. എന്തിനെന്നെ കൊണ്ട് പിന്നെ ഈ കടുകை ചെയ്യിച്ചു? സമയവും കഴിഞ്ഞു. ഞാൻ തോറ്റു വന്നിരിക്കുന്നു. അയ്യടാ, തോറ്റു തരുന്നു, തോപ്പിച്ച്.
പിന്നെ ഇത് തോറ്റു എനിക്ക് തന്നത്. ഇതൊക്കെ എനർജി കൂട്ടുന്ന സംഭവങ്ങളാണ്. തസ്മില തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്നെ തോപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് അവര് മിന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ തോപ്പിച്ചു, നിലം പരിശാക്കി, തീർന്നു. തസ്മിലന്റെ അധ്യായം അടച്ചു ഞാൻ. ഇനിയില്ല. അടുത്ത ഹലോ, അവർ തോറ്റ്. ഹലോ, ആരാ ഇത്? ഗായത്രി. യെസ് ഗായത്രി, നല്ല പേര്. പാട്ട് വല്ലതും വരികയാണ്, നല്ലതായിരുന്നു. എന്താണെന്ന് നോക്കട്ടെ. ഗായത്രി എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. എവിടെയാണ് നാട്ടില്? നാട്ടില് തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? അയ്യന്തോൾ. അയ്യന്തോൾ ഒക്കെ അക്ഷരം ഏതാണ്? ഞാന് ടി വി നോക്കിയിട്ടില്ല. ടി വി നോക്കിയിട്ടില്ലെങ്കിൽ സി ഉണ്ട്, എഫ് ഉണ്ട്, എച്ച് ഉണ്ട്, ജെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, ഒ ഉണ്ട്, പി ഉണ്ട്. എം. 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 ഹസ്ബൻഡിന്റെ പേരെന്താ? ദീപേഷ്. ദീപേഷ്. പിന്നെ എവിടുന്ന് വന്നു ഈ എം? ഡി ഇല്ലല്ലോ ഇതില്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എമ്മിൽ എന്താണ് പ്രത്യേകത? ദീപേഷ് മുകുന്ദൻ എന്നാണോ പേര്? അല്ല, ഞാൻ ചുമ്മാ നിങ്ങൾ പറഞ്ഞപ്പോ എന്നാലും പണ്ട് എപ്പോഴോ കയ്യിലൊരു പച്ച കുത്താൻ ശ്രമം നടത്തിയിരുന്നോ എമ്മെന്ന്? അയ്യോ, എന്തോ സംശയം പോലെ തോന്നുന്നോണ്ട് ചോദിക്കുന്ന. എമ്മിനോട് എന്തോ ഇത്ര വലിയ ആഗ്രഹം? അല്ല, ഡി ഉണ്ടെങ്കിൽ ഡി ഇല്ലായിരുന്നല്ലോ. പക്ഷെ എന്നാലും എന്തായാലും പേരെന്തായിരുന്നു? ഞാൻ വിചാരിച്ചു ജി ഇടാതെ എന്റെ പേരില്ല. അത് നോക്കുമ്പോ അതും ഇല്ല. അല്ല, ജി കഴിഞ്ഞിട്ട് എന്താ സെക്കൻഡ് നെയിം എന്താണ്? ഗായത്രി തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ പേര് ഗായത്രിയിലുള്ള ഐ എടുക്കാലോ. ഐ ഇല്ല. അന്ന് ഐ എടുത്തോ? ഇല്ല, കഴിഞ്ഞു. 2 in 1 വന്നു. 2-1 വന്നു. എന്തോ എമ്മിനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി എനിക്ക്. കുഴപ്പമില്ല. പഠിക്കുന്ന കുട്ടികളല്ലേ, അതൊക്കെ കാണും. കുഴപ്പമില്ല. അല്ല, പണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. അത് സാരമില്ല. അയ്യോ, ഉണ്ടായിട്ടില്ലേ? പ്രേമം ഉണ്ടായിട്ടില്ല? ഇല്ല, സത്യമായിട്ടില്ല. അങ്ങനെ പറയൂ. ഇല്ല, എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് മാത്രമേ പ്രേമുള്ളൂ. ഓ, പ്രേമം ഉണ്ടായിരുന്നോ പുള്ളിയോട്? ഓ, ആ സമയത്ത് പ്രേമിച്ച് കെട്ടിയതാണോ? പ്രേമിച്ചിട്ടെന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഇഷ്ടാണ് അങ്ങനെ. അല്ല, അതെങ്ങനെ ഇഷ്ടമാണെന്ന്? കല്യാണത്തിന് മുമ്പ് ഇഷ്ടമാണോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട്. അതൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, കുഴപ്പമില്ല. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ പ്രേമിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ പ്രേമിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രേമിച്ചില്ല. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ മാത്രമേ എനിക്ക് പ്രേമുള്ളൂ. എന്നാ ഹസ്ബൻഡിനെ ഒരു കാമുകനായി കണ്ടോണ്ട് പ്രേമിക്ക്. ആളോട് ഭയങ്കര രസാണ് പ്രേമിക്കുമ്പോ. പ്രേമിക്കുന്നുണ്ടല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും രണ്ടുപേരും പാടാറുണ്ട് ഈ പാട്ട്. നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. കുഴപ്പമില്ല. അപ്പൊ 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുമ്പോ 1 എന്ന് പറയാണ്ട് 1 എന്ന് പറയണം. എനിക്ക് മനസ്സിലായില്ല. എന്ത്? ഞാൻ 3 എന്ന് പറഞ്ഞാൽ അവിടെ 2 എന്ന് പറയരുത്, 2 എന്ന് പറയണം. ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ അതിന്റെ താഴത്തെ നമ്പർ മലയാളത്തിൽ പറയണം. ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, അതിന്റെ താഴത്തെ നമ്പർ ഇംഗ്ലീഷിൽ പറയണം. എനിക്ക് നോക്കാം. ഞാൻ 50 എന്ന് പറയുകയാണെങ്കിൽ 49 എന്ന് പറയണം. 50 എന്ന് പറയുമ്പോ 49 ഞാൻ പറയണം. 50 എന്ന് പറയുമ്പോ 49 എന്ന് പറയണം. 49 എന്ന് പറഞ്ഞാൽ 48 എന്ന് പറയണം. എന്ത് ഗെയിം ആട്ടോ ഇത് ഭയങ്കരമായി പോയി. ടഫ് ഒന്നല്ല, ഭയങ്കര സിമ്പിൾ ഗെയിം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങാം ഗായത്രിക്ക് വേണ്ടിട്ട്. റെഡി. 33. 32. 31. 30. ഓ, ഇത് എവിടെയെങ്കിലും വീണ് പൊട്ടും. 30. 29. 21. 20. 20. 19. 3. 2. 4. 3. 4. 3. 33. 32. 30. 29. 21. 20. 49. 48. 46. 45. 41. 41. 40. 41. എത്ര? 41. 40. 41. 40. 41. 40. 33. 32. 53. എത്ര പറഞ്ഞു? 53. 52. 58. 57. 6. 5. 6. 5. 5. 4. 3. 3. 2. 1. 0. 0. വേണ്ട. 6. 6. 5. 6. 5. 5. 4. 9. 9. 8. 7. 6. 7. 6. 72. 71. 73. 72. 73.
എത്ര 73. 73 അല്ലേ പറഞ്ഞ്? ആ 72. 70. 69. മതി. വേണ്ട 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 വേണ്ട. നിരഞ്ജൻ എന്നോട് പറഞ്ഞ 128 പറയാൻ. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ നമ്പർ പറഞ്ഞിട്ട് വെറുതെ തെറ്റിക്കണ്ട. 100-ൽ താഴെയാണ് നമ്മളെ പരിപാടി. ഇതിലിപ്പോ ജയിച്ചോ? ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. ജയിച്ചു അയ്യോ, എനിക്ക് ആദ്യമായിട്ടോ ഞാൻ 4ാമത്തെ വട്ടപ്പോ വിളിക്കണേ. എന്നിട്ട് ആദ്യമായിട്ടാ ജയിക്കണേ അല്ലേ? ആദ്യമായിട്ടാ ജയിക്കണേ. എന്നാലും ആഹ്ലാദിപ്പിൻ. അതെ, എനിക്ക് ക്രോക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് വേണ്ട. ഞാൻ അത് നേരത്തെ ക്രോക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് ഇന്നില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. ഏതാണ് സമ്മാനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് നാളെ 800-825-825 വിളിക്കാം. ഇന്ന് ഷോ കഴിയുന്ന സമയത്ത് ഇന്ത്യൻ ടൂടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു ഗായത്രി ദീപേഷ്. നമ്മൾ ഇതിനകത്ത് ഷോയിലൂടെ പറയുന്ന തമാശകളെല്ലാം വെറും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. വെരി സിമ്പിൾ ആയിട്ട്, വെരി കോമഡി ആയിട്ട് മാത്രം എടുക്കുക. ഹലോ ഹലോ, ആരാ? മാധുരി. മാധുരി. നല്ല ഇത്രയും നല്ല പേര് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ മാധുരി എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമില്ലല്ലോ. കേൾക്കുമ്പം തന്നെ നമുക്ക് തോന്നണ്ടേ മാധുരി ആണ്, മധുരമുള്ള, ഇത്രയും മധുരമുള്ള കിടിലം പേരുണ്ടായിട്ട്. നമ്മുടെ നിരഞ്ജനെയൊക്കെ വിടുന്ന ഒരാൾ വന്നിട്ട് എന്താ പേരെന്ന് വെച്ചാൽ നിരഞ്ജൻ എഴുന്നേറ്റ് ഇങ്ങനെ നിരഞ്ജൻ എന്ന് പറയുമ്പോൾ നമ്മ അതേപോലെയാണ്. എന്താ പേര്? മാധുരി. ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. മാധുരി എന്ന് പറയുമ്പോൾ ഒരു സുഖം വേണ്ടേ? പറ, ഏതാ അക്ഷരം? ഏതാ? പി ആയിക്കോട്ടെ. ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണല്ലോ. പി ആയിക്കോട്ടെ. ഇത് സലിംകുമാർ മറ്റേ ഫ്ലൈറ്റിന്റെ ഇത് പറയുന്നതാണ്. താങ്കൾ ഇപ്പോൾ ഇരിക്കുന്ന ആ ഫ്ലൈറ്റിന്റെ ചുവന്ന ബട്ടൺ ഞെക്കുക എന്ന് പറയുന്ന പി. കഷ്ടമാണ് ഇതൊക്കെ. മാധുരി കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആളിനോട് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സംഭവം ഡയറക്റ്റ് സമ്മാനം കിട്ടിയിരിക്കുന്നത് കാലിക്കറ്റ് ജംഗ്ഷൻ ഗിഫ്റ്റ്. അങ്ങനെ നേരിട്ട് കിട്ടിയിരിക്കുകയാണ്. അടിച്ച് ഇപ്പൊ ഒന്ന് ശരിയായേ. ഇത്രയും സമയം ഉണ്ടായ മാധുരി അല്ല ഇപ്പൊ കാണുന്നത്. സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോ വേറെ അടിച്ചു പോലെ കിട്ടി. കാലിക്കറ്റ് ജംഗ്ഷൻ കിസേസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വൗച്ചറാണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഏത് ദിവസം വേണമെങ്കിലും പോവാം. വീക്കെൻഡിലാണെങ്കിൽ, വീക്ക് ഡേയ്സിലാണെങ്കിൽ, എപ്പോൾ വേണമെങ്കിലും പോവാം. എന്തായാലും ഒരുപാട് സന്തോഷം മാധുരി. എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഇത് കളക്ട് ചെയ്യാനുണ്ട്. ബാക്കി ഞങ്ങൾ ഒരുമിച്ച് വരാം. അത് നല്ലൊരു തീരുമാനമായിരിക്കും. രണ്ടും പക്ഷെ ഒരാഴ്ചക്കുള്ളിലായിരിക്കണം. ഒരുപാട് 7 ദിവസം കഴിഞ്ഞാൽ ലാപ്സ് ആയി പോകും. സീരിയസ്ലി അങ്ങനെ. നിങ്ങൾ ഇന്ന് സമ്മാനം അടിച്ചിട്ട് വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ വിളിക്കുകയും നെക്സ്റ്റ് 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സമ്മാനം കളക്ട് ചെയ്യും വേണം. അതായത് നിങ്ങൾക്ക് 14 ദിവസം നമ്മൾ തരുന്നുണ്ട് ഏകദേശം. പക്ഷെ അത്രയും പോലും തരാണ്ട് നിങ്ങൾ 4 മാസം മുമ്പ് എനിക്ക് കളിക്കളത്തിനൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോറ് പോലും തുറന്നു തരില്ല. എന്നാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരുപാട് സമയം ചിരിക്കുന്ന, നന്നായി ചിരിക്കാൻ പറ്റുക, ചിരിച്ചുകൊണ്ടിരിക്കുക. പുഞ്ചിരിക്കാൻ ലോകത്ത് കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പുഞ്ചിരിക്കുക, ചിരിക്കുക, വേറൊരാളെ കാണുമ്പം ചിരിക്കുക, വേറൊരാളെ കണ്ടുകൊണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ചിരിക്കാൻ പോയ അടി കിട്ടും. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഹാവ് എ ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആർക്കൊക്കെ സമ്മാനം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പം ഞാൻ 2 പേർക്കുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് തരുന്നത് സിനിമ കാണാനുള്ളതാണ്. ഇന്ത്യൻ 2 തരാനുള്ളത്. ഓക്കെ, ബാക്കി ഇപ്പോൾ നമ്മുടെ ഈ കാലിക്കറ്റ് ജംഗ്ഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. ദിസ് ഈസ് സ്മൃതിക്കാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റാണ്. 2 പേർക്ക് പോയി കാണാനുള്ള ടിക്കറ്റായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇത് അൽ ഹംറ സിനിമാസ് ഷാർജയിലാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് സിനിമ കാണാനുള്ള ടിക്കറ്റാണ്. ടിക്കറ്റിൻ്റെ ഷോർട്ട് ടൈം മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് UBL 800-825-825 വിളിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതും ഞാൻ ഇന്ത്യൻ 2ൻ്റെ ടിക്കറ്റ് തന്നെയാണ് തരുന്നത്. ദിസ് ഈസ് വൺ ഗായത്രിക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഗായത്രി ഈ 2 പേർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരാൾക്ക് ഇപ്പം നമ്മൾ ലാസ്റ്റ് വിളിച്ച എന്താണ് അവരുടെ പേരെന്തായിരുന്നു? മാധുരിക്ക് ഓൾറെഡി കാലിക്കറ്റ് ജംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റ് ജംഗ്ഷൻ ഡയറക്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം ഒന്ന് ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പറും പിന്നൊന്ന് നമ്മുടെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് നാളെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉഷാറായിട്ടൊന്ന് വിളിച്ചു നോക്കാം.
എന്നിട്ടൊന്നും കൂടി ജയിക്കാൻ പറ്റുമെന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നാലും നാളെ ഞാൻ കുറച്ച് ടഫ് ടാസ്കുമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും വിളിച്ചാൽ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ വിത്ത് മീ നിഷാദ് ക നിരഞ്ജൻ ആൻഡ് സച്ചു ബൈ ആൻഡ് റാഫി ആൻഡ് അവർ റിച്ചിൽ. ഗുഡ് നൈറ്റ്.